നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം അത് പാപത്തിന്റെ അവകാശമാണെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയമുണ്ട്, പാപത്തിന്റെ മേൽ പരിഹാരമുണ്ട്, പാപത്തിന്റെ പ്രായശ്ചിത്തമുണ്ട്. അങ്ങനെ പാപത്തിന്റെ പരിഹാരവും പ്രായശ്ചിത്തവും വന്നു കഴിയുമ്പോൾ പിശാചിന് നിങ്ങളുടെ മേലോ, നിങ്ങളുടെ നന്മയുടെ മേലോ, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ മേലോ, വാഗ്ദത്തങ്ങളുടെ മേലോ ഒരു അവകാശവും ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്നേഹത്തോടു കൂടി വന്ദനം ചെയ്യുന്നു. എഴുവായ്പൂര് ശാലോം ചർച്ച് ഓഫ് ഗുഡ് ഹാളിൽ 7 ദിവസത്തെ ഡെലിവറൻസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ഇവിടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കടന്നു വരികയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും കടന്നു വരാം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച വരെയാണ് മീറ്റിംഗ്. കർത്താവ് എനിക്ക് നൽകിയ ആലോചന, ഇന്ന് ഒത്തിരി പേരെ പിശാച് ഞെരുക്കിക്കളയുന്ന ഒരു ശക്തി പാപത്തിന്റെ പേര് പറഞ്ഞ തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല, പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ അതിൽ നിന്ന് പരിഹാരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു തെറ്റിന്റെ പേര് പറഞ്ഞുകൊണ്ട് പിശാച് ദൈവികമായ സകല നന്മകളെയും അവിടെ നിന്ന് ഓടി ഒളിപ്പിക്കും. ഇപ്പൊ ആദാം ഒരു തെറ്റ് ചെയ്തു, ഹവ്വ ചെയ്തു. പിശാച് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി മാറിക്കോ, ദൈവത്തിന് മുമ്പിൽ ഇനി നിൽക്കണ്ട, ഇനിയിപ്പോ എന്റെ കൂട്ടത്തിലൊക്കെ നടന്നാൽ മതി. അതുകൊണ്ടാണ് വെയിലേറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വന്നു. പക്ഷെ ആ തോട്ടത്തിൽ വന്ന് നടക്കുന്ന കാലൊച്ച കേട്ടപ്പോൾ ആദാമും ഹവ്വായും ഓടി ഒളിച്ചു. വൃക്ഷത്തിന്റെ പുറകിൽ ഒളിച്ചപ്പോൾ യഹോവയായ ദൈവം വിളിക്കുകയാണ്, ആദാമേ നീ എവിടെ? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുകയാണ്. എന്തിനാ ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ നഗ്നനെന്ന് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് ഞാൻ ഒളിച്ചതാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത ചോദ്യം കേട്ടോണം, നീ നഗ്നനെന്ന് നിന്നോട് ആര് പറഞ്ഞു? കണ്ടോ, ദൈവം വെറുതെ ചോദിക്കുന്നല്ലോ. ചുരുക്കത്തിൽ പിശാച് ഇനി നീ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യനല്ല, നീ നഗ്നനായിപ്പോയി, ഇനിയിപ്പോ എന്റെ കൂട്ടത്തിൽ നടന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള നിലയിലേക്ക് അവനെ തിരിച്ചു കഴിഞ്ഞു. ഇന്നും പിശാച്, പഴയ പാമ്പായ ആ പിശാച് ഇന്നും അനേകം ദൈവമക്കളെ വഴിതെറ്റിക്കുന്ന കാര്യം ഇതാണ്. നിസാര പാപത്തിന്റെ തെറ്റുകളുടെയും കുറ്റങ്ങളുടെയും പേര് പറഞ്ഞിട്ട് ഇനി ദൈവത്തിന് മുമ്പിൽ നിനക്ക് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് പതുക്കെ 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 പിശാചിന്റെ ബാക്കി പ്രവർത്തികളിലേക്ക് തിരിക്കുകയാണ്. ഹല്ലേലൂയ. എപ്പോഴും പിശാച് ഒരു പാപം ജയിപ്പിച്ചു കഴിയുമ്പോൾ അടുത്തത് എന്നാന്നറിയാമോ? അടുത്ത കാര്യങ്ങളിലേക്ക്, ഇത് ചെയ്യാമെങ്കിൽ ഇത് ചെയ്താൽ തന്നെ കുഴപ്പം, അപ്പൊ അങ്ങനെ ചെയ്ത മറ്റുള്ളവരെ കാണിച്ചു തരും. ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്ന പലരെ കാണിച്ചു തരും. അവരങ്ങനെ ചെയ്യുന്നല്ലോ, നിനക്ക് ഇങ്ങനെ ചെയ്താൽ കുഴപ്പം. ചുരുക്കത്തിൽ ഒടുവിൽ മരണത്തിലെത്തിക്കുന്ന രീതിയിൽ പിശാച് കുരുക്കിടും. ഇതാണ് പിശാചിന്റെ പരിപാടി. പക്ഷേ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്ന ദൈവപുത്രൻ യേശുക്രിസ്തു തന്റെ രക്തത്തെ സൗജന്യമായി നമുക്ക് നൽകിയിട്ട് പറയുക. നോക്കിക്കൊള്ള വചനമേ, 1 യോഹന്നാൻ 1:7-8-9. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സൗജന്യമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. 1 യോഹന്നാൻ 1:7. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. റോമാലേഖനത്തിൽ പൗലോസ് പറയാണ് 3-25 വാക്യത്തിൽ, വിശ്വസിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, അതിന് പകരം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുക. എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഹല്ലേലൂയ. അമ്മേ, സൗജന്യമായി നമ്മെ നീതീകരിക്കുവാൻ തന്റെ രക്തത്തെ ദൈവം, വിലയേറിയ രക്തത്തെ നമുക്ക് വേണ്ടി ചിന്തിയിരിക്കുക. അമേൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് ദൈവകുഞ്ഞാടായ യേശുവിന്റെ രക്തത്താലാണ്, വിലയേറിയ രക്തത്താലാണെന്നാണ് പത്രോസിന്റെ 1-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവന്റെ രക്തമാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ രക്തത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, വീണ്ടെടുപ്പുണ്ട്. അപ്പൊ ആ മേഖലയിൽ കയറി കഴിയുമ്പോൾ തന്നെ, പാപമോചനവും വീണ്ടെടുപ്പ് കയറി കഴിയുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ പദവി, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വന്നു. ആമേൻ. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. റിക്കൺസൈൽഡ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനമായി, നിരപ്പായി. മറ്റെന്താ? പിശാച് നമ്മെ അപഹരിച്ചോണ്ട് പോയി, ഇനി ദൈവത്തോട് നിനക്ക് ചേരാൻ പറ്റുകയില്ല. പക്ഷെ യേശു തന്ന രക്തം കൊണ്ട്, ആ രക്തം പിടിച്ചോണ്ട് അങ്ങോട്ട് ചെന്നപ്പോൾ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് നിരപ്പുണ്ടായി, സമാധാനം ഉണ്ടായി.
ആമേൻ. ഹല്ലേലൂയ. പാപം വെച്ച നടിച്ചുവരനെ അല്ലെങ്കിൽ വേർപാടിന്റെ നടിച്ചുവരനെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ആ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞിട്ട് ഇന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് എനിക്ക് നേരിട്ട് ചെല്ലാം. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ദൈവാലയത്തിന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രമേ പ്രവേശനമുള്ളൂ. ആണ്ടിൽ ഒരിക്കൽ മാത്രമാണ്. തന്റെയും ജനത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഒരു ആടിനെ കൊന്നിട്ട് അതിന്റെ ചോര എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലേക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു തന്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി, ദേഹം തന്നെ കീറി ആ രക്തം നമ്മുടെ മേൽ തളിച്ചിട്ട് ഇന്ന് നമുക്ക് എന്നേക്കുമുള്ള ഒരു അക്സെപ്റ്റൻസ്, സ്വീകാര്യം. നിനക്ക് എപ്പം വേണേലും പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. കാരണം ഇന്ന് നീ വഹിച്ചുകൊണ്ട് പോകുന്നത് ഒരു ആടിന്റെ രക്തം കൊണ്ടല്ല. ഓൾറെഡി ആ തിരശ്ശീല കീറിക്കഴിഞ്ഞു. തന്റെ ശരീരം കീറിയപ്പോഴേ തിരശ്ശീല കീറി. ഇനി പിതാവിന്റെ അടുക്കിലേക്ക് ആർക്കും ചെല്ലാം. ചുമ്മാ കീറി ചെല്ലാൻ പറ്റത്തില്ലാത്തതുള്ളത് കൊണ്ട് നമ്മൾ ചെല്ലുന്നത് യേശുക്രിസ്തു എന്ന ദൈവ കുഞ്ഞാന്റെ രക്തത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ആ രക്തം കൊണ്ട് നമ്മൾ ചെല്ലുന്നു കഴിയുമ്പോൾ പിതാവേ അപ്പാ എന്ന് വിളിക്കാം. ആമേ. സമയഭേദമന്യേ പിതാവിന്റെ അടുക്കിലേക്ക് ചെന്ന് കൃപാസനത്തിലേക്ക് നമുക്ക് ചെല്ലാം. നമ്മുടെ കാര്യങ്ങൾ പറയാം. അത്ര അംഗീകാരം ദൈവം തന്നിരിക്കുക. രാമൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ അംഗീകാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി ഞാൻ പാപിയോ, ഞാൻ അകന്നു നിൽക്കേണ്ടവനോ, ഞാൻ പുറത്തു നിൽക്കേണ്ടവനോ അല്ല. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് അവരെന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. ആ രക്തം കൊണ്ടാണ് ഞാൻ ഇന്ന് പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നത്. നോക്കിയേ, അപ്പം പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാനായി ഈ യേശുവിന്റെ രക്തമാണ് ദൈവം എനിക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ പാപങ്ങളെ മോചിക്കുന്ന രക്തം. അടുത്തത് നോക്കണം, പിശാചിനെ ഓടിക്കുന്നതും യേശുവിന്റെ രക്തം തന്നെയാണ്. നോക്കണം, അത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എനിക്ക് എത്താനുള്ള വഴി യേശുവിന്റെ രക്തമായിരുന്നു. 2, പിശാചിനെ ഓടിക്കുവാൻ, പിശാചിനെ തകർക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ യേശുവിന്റെ രക്തവുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആമേൻ. ഇനി പിശാചിന് നിങ്ങളുടെ മേൽ അവകാശമില്ല. യേശുവിന്റെ രക്തത്താൽ ഞാൻ ജയമെന്ന് പറയുമ്പോൾ പിശാച് എന്നെ വിട്ട് മാറിപ്പോവുകയാണ്, ഓടിപ്പോവുകയാണ്. കാരണം അവന്റെ അവകാശമായ പാപം, ഇനി ആ പാപത്തിന് എൻ്റെ മേൽ വാഴ്ചയില്ല. ഈ രക്തം കൊണ്ട് അതെല്ലാം കഴുകപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിനെ കീഴടക്കിയ യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറഞ്ഞാൽ പിശാചിന് അടുക്കാൻ കഴിയില്ല. ആമേൻ. പിശാച് ഇങ്ങനെ വിഴുങ്ങാൻ നോക്കി നടക്കുക. 1 പത്രോസ് 5:8 എഴുതിയിരിക്കുന്നു: നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു തീർന്നു തിരിഞ്ഞ് ചുറ്റി നടക്കും. തെരഞ്ഞുകൊണ്ട് നടക്കുക, ആരെ വിഴുങ്ങണം. ഈ സത്യവചനത്തെ തിരിച്ചറിയുന്ന ഒരുവനെയും പിശാചിന് വിഴുങ്ങാൻ പറ്റുകയില്ല. വ്യാജം പറഞ്ഞും കള്ളം പറഞ്ഞും പ്രചരിപ്പിച്ചു അന്ധവിശ്വാസം ഉണ്ടാക്കിയൊക്കെയാണ് ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടാണ് അവന് വിഴുങ്ങാൻ പറ്റുന്നത്. പക്ഷേ സത്യവചനം, യേശുവിന്റെ വചനം, ഈ നിത്യജീവന്റെ വചനം, യേശുവിന്റെ രക്തത്തിന്റെ ജയത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് എന്നെ തൊടാൻ പറ്റുകയില്ല. ആമേൻ. യേശുവിന്റെ രക്തം കാണുമ്പോൾ പിശാച് ഓടിപ്പോകും. എന്താ കാര്യം? പിശാചിനെ പരാജയപ്പെടുത്തിയതാണ് യേശുവിന്റെ രക്തം. പിശാചിന്റെ സകല പ്രവൃത്തികൾ അയച്ചതാണ് യേശുവിന്റെ രക്തം. പിശാചിന് അവന് അവകാശം പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും പരിഹാരവും പ്രായശ്ചിത്തം വരുത്താണ് യേശുവിന്റെ രക്തം. പിതാവായ ദൈവത്തിങ്കിലേക്ക് എന്നെ അടുപ്പിച്ച വഴിയാണ് യേശുവിന്റെ രക്തം. ആമേൻ. യേശുവിന്റെ രക്തം ജയം. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാളുകളായി നിങ്ങളുടെ ജീവിതത്തെ പുറകോട്ടടിച്ച് ഇനി മുൻപോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പാപത്തിന്റെ പേര് പറഞ്ഞു, പരാജയത്തിന്റെ പേര് പറഞ്ഞു, ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ച അല്ലെങ്കിൽ പിന്മാറിപ്പോയ അനുഭവത്തിലാണ് നിങ്ങൾ പലരുമായിരിക്കുന്നത്. ഇന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി വരിക. യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു വ്യക്തിക്ക് നിങ്ങളെ തടയാൻ പറ്റില്ല. ഒരു പിശാചിന് നിങ്ങളെ തടയാൻ പറ്റുകയില്ല. എൻ്റെ യേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാനാണ് എഴുതിയിരിക്കുന്നത്. അവനെ സൗജന്യമായി നീതീകരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമായി ഒഴുക്കിയതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രക്തം ഞങ്ങളുടെ പാപത്തെ, ഞങ്ങൾ പാപി എന്നുള്ള പേരിനെ മാറ്റി നീതിമാന്മാരാക്കാൻ വേണ്ടിയാണ് അവിടുത്തെ രക്തം ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയത്. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ പാപങ്ങളെ കഴുകി പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് എപ്പോഴും ചെന്ന് പ്രാർത്ഥിക്കുവാൻ, ചെന്ന് പറയുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ദേഹമെന്ന തിരശ്ശീല ഞങ്ങൾക്ക് വേണ്ടി 2 ആയി ചിന്തി ഞങ്ങൾ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് എപ്പോൾ വന്ന് പ്രാർത്ഥിപ്പാനും തരുന്ന അവസരത്തിനായി സ്തോത്രം. അങ്ങനെ ഒരു അംഗീകാരം തന്നതിനായി സ്തോത്രം. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ പീഡിപ്പിച്ച പിശാചിന്റെ മുഴുവൻ അവകാശങ്ങളെ തകർക്കുവാനായി, പിശാചിന്റെ സകല പ്രവൃത്തികളെ അഴിക്കാനായി,
അതെ, കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി പിശാചിനെ ജയിച്ചെന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശുവിന്റെ രക്തത്താൽ സകല പൈശാചിക അവകാശങ്ങളെ ഞങ്ങൾ ജയിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചന ശബ്ദം ചെന്നു ചേരുന്ന ഇടങ്ങളിലെല്ലാം യേശുവിന്റെ രക്തത്തിന്റെ ജയവും വിടുതലും വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണം വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. കുടുംബങ്ങളെ വിടുവിക്കട്ടെ. ദൈവിക ധൈര്യം വ്യാപരിക്കട്ടെ. എല്ലാ പിശാചിന്റെ കുറ്റാരോപണ ചിന്തകളും മാറിപ്പോകട്ടെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തുന്നത് അനുഭവിക്കട്ടെ. കർത്താവേ, അവിടുന്ന് കൂടെ നിർത്തുന്നതിനായി നന്ദി. വാഗ്ദത്തങ്ങൾ കൈമാറുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. ഈ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി റിക്കവർ ആകാൻ പറ്റും. നിങ്ങളെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കും. God bless you. Have a wonderful day.